റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കോഴിക്കോട് നഗരത്തിലെ അപ്പാർട്ട്മെന്റുകൾ കേന്ദ്രീകരിച്ച് വൻ ലഹരി ഇടപാടുകൾ നടക്കുന്നു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ അടക്കം ഉപയോഗിച്ചാണ് ഈ ലഹരി ഇടപാടുകൾ നടത്തുന്നത്. കാപ്പ കേസ് പ്രതി ഉൾപ്പെട്ട സംഘമാണ് ഇടപാടിന് നേതൃത്വം നൽകുന്നത്. നടക്കാവ്, എരഞ്ഞിപ്പാലം, വേങ്ങേരി എന്നിവിടങ്ങളിലായി 3 അപ്പാർട്ട്മെന്റുകൾ പോലീസ് നിരീക്ഷണത്തിലുണ്ട്. വാടകയ്ക്കെടുത്ത അപ്പാർട്ട്മെന്റുകളിൽ സ്കൂൾ യൂണിഫോമിൽ വിദ്യാർത്ഥികൾ എത്തുകയാണെന്നും പോലീസ് വിവരം ലഭിച്ചു. അഭിജിത്ത്, അത് ആശങ്കപ്പെടുത്ത കാര്യമാണല്ലോ. യൂണിഫോമിൽ സ്കൂൾ കുട്ടികൾ അവിടേക്ക് എത്തുന്നു ലഹരി വാങ്ങാൻ എന്നാണോ മനസ്സിലാക്കേണ്ടത്? എന്താണ് ഇപ്പോൾ പോലീസ് പറയുന്നത്? സ്മൃതി, ലഹരി വാങ്ങാൻ സ്കൂൾ വിദ്യാർത്ഥിനികൾ എത്തുന്നു, മാത്രമല്ല ലഹരിയുടെ കാരിയർമാരായി തന്നെ അവർ പ്രവർത്തിക്കുന്നു എന്നൊക്കെയുള്ളതാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരം. തെളിവുകൾ സഹിതം അത്തരം വിവരങ്ങൾ പോലീസിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ അപ്പാർട്ട്മെന്റുകൾ കേന്ദ്രീകരിച്ചുള്ള നിരീക്ഷണം അത് പോലീസ് ശക്തമാക്കുന്നത്. ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ നഗരത്തിലെ പ്രധാനപ്പെട്ട മേഖലകളിലെ, അതായത് കൂടുതൽ ആളുകൾ എത്തുന്ന സ്ഥലങ്ങളിലെ അപ്പാർട്ട്മെന്റുകൾ കേന്ദ്രീകരിച്ചാണ് ഇത്തരം ലഹരി ഇടപാടുകൾ നടക്കുന്നത്. നേരത്തെ തന്നെ ഈ രീതിയിലുള്ള വിവരങ്ങൾ പോലീസിനും എക്സൈസിനും ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ ഒരു അപ്പാർട്ട്മെന്റിൽ ഏതാണ്ട് 1 മാസം മുൻപ് എക്സൈസിന്റെ പരിശോധനയുണ്ടായിരുന്നു. മാത്രമല്ല പോലീസും എലത്തൂർ പോലീസിന്റെ പരിശോധനയിൽ ലഹരി വസ്തുക്കളും 1 ലക്ഷം രൂപയ്ക്കടുത്ത് ഈ അപ്പാർട്ട്മെന്റിൽ നിന്ന് പിടിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല കഴിഞ്ഞ ദിവസം ഈ അപ്പാർട്ട്മെന്റ് കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ 2 പേരെ പിടികൂടാനും പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. അവരിൽ നിന്ന് ആണ് സ്മൃതി ഇത്തരത്തിൽ ഞെട്ടിക്കുന്ന, ആശങ്കപ്പെടുത്തുന്ന വിവരം കൂടി പോലീസ് ലഭിച്ചിട്ടുള്ളത്. അതായത് സിറ്റിയിലെ ലഹരി ഇടപാടുകളുടെ കേന്ദ്രമായി ഇത്തരം അപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കെട്ടിടത്തിന്റെ ഉടമയിൽ നിന്ന് വാടകയ്ക്ക് ഈ കെട്ടിടം എടുക്കുന്നു. അതിനുശേഷം അവ ഉപയോഗപ്പെടുത്തുന്നത് ഇത്തരം ലഹരി കേന്ദ്രങ്ങളായാണ്. മയക്കുമരുന്നുകൾ, പ്രത്യേകിച്ച് MDMA-യുടെയും കഞ്ചാവിന്റെയും ഒക്കെ ശേഖരമാക്കി അത് ശേഖരിച്ച് വെക്കുന്ന സ്ഥലങ്ങളാക്കി ഇത്തരം അപ്പാർട്ട്മെന്റുകളെ അവർ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇവിടേക്ക് ഈ 18 തികയാത്ത പെൺകുട്ടികളെ കൂടി എത്തിക്കുന്നുണ്ട്. അവരെ കൂടി ലഹരിക്ക് അടിമയാക്കുന്നു, ലഹരിയുടെ വിതരണത്തിനുള്ള കണ്ണികളാക്കി മാറ്റുന്നു എന്നുള്ളതാണ് ഇതിൽ ആശങ്കപ്പെടുത്തുന്ന കാര്യം. ഏതായാലും പോലീസിന്റെ നിരീക്ഷണം, ശക്തമായ പരിശോധനയൊക്കെ ഈ മേഖലകൾ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. അടുത്ത ദിവസങ്ങളിൽ തന്നെ അത്തരം റെയ്ഡുകൾ, അത് ഈ തൂഫാന്റെ ഭാഗമായി തന്നെ ഒരു ഭാഗത്ത് ഇത്തരം പരിശോധനകൾ നടക്കുന്നുണ്ട് സ്മൃതി. അതോടൊപ്പം തന്നെയാണ് ഇത്തരം പരിശോധനകൾ കൂടി പ്രത്യേകമായി പോലീസിൽ നിന്നുണ്ടാകുന്നത്. ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ പിടിയിലാകുമെന്നുള്ള വിവരം കൂടി പോലീസ് നൽകുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കാപ്പ കേസുകളിൽ പ്രതിയായ ഒരാളുടെ കൂടി നേതൃത്വത്തിലാണ് ഇത്തരം സംഭവം നടക്കുന്നത് എന്നുള്ളത് കൂടിയാണ് പോലീസ് നൽകുന്ന വിവരം. ശരി, ഏതായാലും ഓപ്പറേഷൻ തൂഫാൻ വളരെ ശക്തമായി തന്നെ, ഊർജിതമായി തന്നെ മുന്നേറുകയാണ്. അഭിജിത്ത് മുഴക്കുന്നാണ് കോഴിക്കോട് 2 വാർത്തകളുടെ വിശദാംശങ്ങൾ നൽകിയത്.